അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ അത്യാവശ്യം നമുക്ക് ആ ഹാളിൽ നിന്ന് ഒരു ബെഡ്റൂം സ്പേസ് കൂടെ കഴിഞ്ഞാണ് അതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം ഫ്രണ്ടിൽ ആ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് വേണ്ട, ബെഡ്റൂമിൽ ഒരു എ സി ഉണ്ട്, ആ ഔട്ട്ഡോർ യൂണിറ്റ് അവിടെ സുരക്ഷിതമായിട്ടിരിക്കട്ടെ. പെട്ടെന്ന് മഴയും ഇതൊന്നും നേരിട്ട് പതിക്കാത്ത രീതിയിൽ അവിടെ ഒരു എ സി വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അവിടെ അതിൻ്റെ സൈഡിൽ തന്നെ വെക്കട്ടെ എന്ന് കരുതിയാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് ഇതിൽ ഒരു 80,000 ആണ് ആ യൂണിറ്റിന് ചിലവായത്. പക്ഷേ അഡീഷണൽ ഒരു 30,000 കൂടെ നമ്മൾ കണ്ടുവെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പർ പൈപ്പ് ഏകദേശം ഒരു 15 മീറ്ററാണ് യൂസ് ചെയ്തത്. ആ ചെറിയ കോപ്പർ പൈപ്പും വലിയ പൈപ്പും. അപ്പോൾ അത് ഈ എ സിയിൽ നിന്ന് അവിടെ ആ ഹോള് കണ്ടില്ലേ, ആ ഹോളിൽ കൂടെ എടുത്ത് അപ്പുറത്തെ ബെഡ്റൂമും കഴിഞ്ഞ് അപ്പുറത്തെ ഔട്ട്ഡോറിലേക്ക് കണക്ഷൻ ചെയ്യണം. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ ഡ്രെയിനേജ് പൈപ്പ് നമ്മൾ ഈ ഒരു ഹോളിലൂടെ തന്നെയാണ് അങ്ങോട്ട് പുറത്തേക്ക് വിടുന്നത്. പക്ഷേ നമുക്ക് ഈ വരുന്ന കണ്ടില്ല, അതിൽ കൂടെ എടുത്തു ബെഡ്റൂമിൻ്റെ ഈ ഹോളിലൂടെ ഭിത്തിയിലൂടെ ക്ലാമ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റ് അപ്പുറത്തേക്ക് പോയത്. അപ്പോൾ ഇതിൻ്റെ കാര്യം ഒന്നില്ലെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലും സീൽ ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ങനെ വിസിബിൾ ആയിരിക്കും. അപ്പോൾ വീട്ടിൽ ചെയ്തത് അവിടെ ഒരു ഷെൽഫ് പോലെ നമ്മളൊരു കൊടുത്തു. അപ്പോൾ അവിടെ ട്രോഫിയൊക്കെ വെക്കാൻ പാകത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കാൻ പാകത്തിന് അതൊരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ആയി. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ആ കോപ്പർ പൈപ്പാണ് പോയിരിക്കുന്നത്. അതിന് തൊട്ട് സൈഡിൽ തന്നെ ഡ്രെയിനേജും ഉണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ്. നോർമലി സ്പ്ലിറ്റ് എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. എനിക്കൊന്ന് ഇതിൻ്റെ ടണ്ണേജ് കൂടുമ്പോഴത്തേക്കും അതിൻ്റെ വലിപ്പവും അത് വെക്കാനുള്ള ഒരു സ്പേസും കൂടി നമ്മൾ സാധാരണ സ്പ്ലിറ്റ് എ സിയിലും കൂടും. പക്ഷേ നല്ല ഒരു നോർമൽ ഒതുക്കത്തിലിരിക്കുന്ന ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ആണ്. നമ്മളുടെ ആ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ വളരെ നന്നായിട്ട് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മുടെ ടെക്നീഷ്യൻസ്, ബ്ലൂ സ്റ്റാറിൻ്റെ ടെക്നീഷ്യൻസ് ആ സൈഡിൽ കൂടെയുള്ള അതെല്ലാം പിടിപ്പിച്ചു, ഡ്രെയിനേജ് പിടിപ്പിച്ചു. ഇതിൽ കുറച്ച് ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ഇതിലേക്ക് പവർ കൊടുക്കുന്ന ഇതൊക്കെ അവർ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് നമ്മൾ ഒരു പവർ പോയിൻ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് കൊടുത്തത്. നമ്മൾ ആ ബെഡ്റൂമിൽ നിന്ന് ചാടി വരുന്ന ആ പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഡ്രെയിനേജിൻ്റെ പൈപ്പ് സൈഡിലേക്ക് ഒരു പൈപ്പ് നിർത്തി. കൂടാതെ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് നമ്മളിവിടെ വെച്ചു. അപ്പോൾ ഇതാകുമ്പോൾ ഒരു മഴയും വെയിലൊന്നും വലിയ കാര്യമായിട്ട് നേരിട്ട് പതിക്കാതെ ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി അവിടെ നിന്നോളും. ഇങ്ങനെയാണ് നമ്മൾ ഡ്രെയിനേജ് കൊടുത്തത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക, ഒന്നില്ലെങ്കിൽ സീൽ ചെയ്യുന്ന ഭാഗത്തായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഈ ഒരു പൈപ്പ് പോകുന്നത് ഒരു ഭംഗികേടാകാത്ത രീതിയിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട് ഇതേപോലെ. അപ്പോൾ എനിക്ക് ആ ഒരു ബീം അതിലുള്ളത് കൊണ്ട് ഞാൻ സീൽ ചെയ്യാൻ വേണ്ടി നേരത്തെ നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്തത്. സീലിംഗ് പിന്നെ നമുക്ക് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ഏകദേശം ഫിക്സിംഗ് എല്ലാം കഴിഞ്ഞു, നന്നായിട്ട് കൂളിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.